ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവേ. നോക്കാം നിങ്ങളോട് എന്താണ് ഈശ്വരന് പറയാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, കമൻറ്റൊക്കെ അറിയിക്കാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങളുടെ വസ്തു സംബന്ധമായിട്ടുള്ള കേസുകൾ, വിവാഹം, തടസ്സം, ദാമ്പത്യ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മണി സംബന്ധമായിട്ടുള്ള അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോൺടാക്റ്റ് അല്ല, മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഞാനിവിടെയും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നോക്കാം എന്താണ് ഭഗവാന്മാർക്ക് അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് സമർപ്പിക്കാനുള്ളത് എന്നൊക്കെ. ഇന്ന് ആർക്കൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് സമാധാനമായിട്ടൊന്ന് ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്ന് ഇരുന്നോളൂ. അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഡിവൈൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ നീങ്ങാൻ പോകുന്നു എന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് ആരൊക്കെയോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങളതുമൂലം മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെങ്കിൽ, നിങ്ങളതുമൂലം വിഷമത്തിലായിരുന്നുവെങ്കിൽ അതിലൊരു ടവർ മൊമെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ് കാണിക്കുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു, അതായത് നിങ്ങളെ തേടി നല്ലൊരു വാർത്ത എത്തും എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അതിനുള്ള പരിഹാരം ഡിവൈൻ നിങ്ങൾക്ക് ഉടനെ തന്നെ തരും എന്നാണ് ഡിവൈൻ പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി കാർഡ് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നടക്കാതിരിക്കുക, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതുമൂലം നിങ്ങൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ സംഭവിക്കുക. അതോർത്ത് നിങ്ങളുടെ വിഷമം അതൊക്കെ മാറാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചിലർക്ക് ഡിവൈൻ ടൈമിൽ, അതായത് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ചിലർക്ക് സമയം മോശമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ഡിവൈൻ ടൈമിൽ മാത്രമേ ചിലർക്ക് ഇത് സംഭവിക്കത്തുള്ളൂ, നല്ലത് നിങ്ങളിലേക്ക് വരത്തുള്ളൂ. ചിലർ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് കാര്യം തടഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥന നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഡിവൈനുമായിട്ട് എപ്പോഴും കണക്ഷൻ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രം നിങ്ങളിലേക്ക് ഒരു സംജാതം വന്നിട്ടുണ്ട്, ഒരു പുതിയൊരു വെളിച്ചം നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. വിവാഹ ജീവിതത്തിനൊക്കെ ആയിട്ട് അറിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെ റിലേഷൻഷിപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നിങ്ങളുടെ നിങ്ങൾ വെച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലെങ്കിൽ അതൊക്കെ മാറും എന്നാണ് കാണിക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഡിവൈൻ ഉടനെ തന്നെ നിങ്ങളെ കണ്ടു, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഡിവൈൻ കാണുന്നുണ്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. നമുക്ക് കുറച്ചും കാർഡും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അതായത് സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പ്രതീക്ഷിച്ച് നിന്ന ഒരവസ്ഥ, അല്ല സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിന്നൊരവസ്ഥ, ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടി നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ്. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സാമ്പത്തികത്തിന് വേണ്ടി മാത്രം നിങ്ങൾ നോക്കി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ പെയിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല ജസ്റ്റിസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും വാക്കാലെ അല്ലെങ്കിൽ ശത്രുവായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യത്തിലൊരു, അതായത് അതൊക്കെ അല്ലെങ്കിൽ ഒരു എൻഡിങ് വരാൻ പോകുന്നു കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ബാലൻസിങ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊരു കാര്യത്തിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകൂ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വ്യക്തികളായിരിക്കാം, എന്തെങ്കിലും ഇതായിരിക്കാം, അതൊക്കെ മാറുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഈ സാമ്പത്തികമായിട്ട് ഒരുപാട് പേരിനകത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പെയിൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറുമെന്നാണ്. അത് കിട്ടണമെങ്കിൽ ജസ്റ്റിസ്, അവിടെ ഒരു നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഡിവൈനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത്ര ഉള്ളായിരുന്നു.
ദൈവത്തിന് ഇന്നത്തെ ദിവസം നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇതിനകത്തും ടാഗ് ചെയ്തേക്കാം. അതുപോലെ ബ്ലാക്ക് മാജിക് റിമൂവൽ, സ്പെൽ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. എന്തൊക്കെ സാമ്പത്തിക തടസ്സം, വസ്തു സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു.